സോ നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനുമാണ്. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സ്പീഗൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, if the square root of the mean of the squares of the deviation of all values of a series is the arithmetic mean. arithmetic meanൽ നിന്നുള്ള വാല്യൂസിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതാണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ ആ ഡെഫിനിഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച്. Standard deviation is the square root of the mean of the squares of the deviation of all values of a series from their arithmetic mean. അതായത് അതെങ്ങനെയാണ് നമുക്ക് അടുത്ത എന്താ പറയുക ഫോർമുലയിൽ നമുക്ക് നോക്കാം. ഇഫ് x1 x2 എക്സെട്ര xn ആർ n വാല്യൂസ്, അങ്ങനെ n വാല്യൂസ് ഉണ്ടെങ്കിൽ ആ n വാല്യൂസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സിഗ്മ. ഈ നൊട്ടേഷൻ പറയുന്ന പേര് സിഗ്മ എന്നാണ്. ഓക്കെ, ഈ നൊട്ടേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x1 മൈനസ് എക്സ് ബാർ. അതായത് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താ? മീനാണ്. സോ ഈ ഓരോ വാല്യൂസിൽ നിന്നും എക്സ് ബാർ കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. x1 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ എല്ലാം സമ്മിനെ നമ്മൾ എങ്ങനെ എഴുതി? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഇത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന് പറഞ്ഞ സിമ്പിളാണ്. അത് എഴുതുന്നത് ഇതാ ഇങ്ങനെയാണ്, സിഗ്മ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, standard deviation was first used by Carl Pearson. The word standard indicates that it is most commonly used to measure and is most flexible. Standard എന്ന് പറഞ്ഞാൽ അത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ്, അത് മോസ്റ്റ് ഫ്ലെക്സിബിളും ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി ഓഫ് ദ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. അതിനെ എന്ത് പറയാം? റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയാം. കാരണം എന്താ? റൂട്ടാണ് നമ്മൾ എടുക്കുന്നത്, മീനും എടുക്കുന്നുണ്ട്. സോ അതിനെ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷേഴ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്പ്രെഡ് ഓഫ് വാല്യൂസ് ഇൻ എ സീരീസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? So standard deviation of a series can have the minimum value 0. അതായത് ഒരു സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മിനിമം വാല്യൂ 0 ആയിരിക്കും. ദെർഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോൺ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ. ആദ്യം നമ്മൾ അരിത്തമെറ്റിക് തന്നിരിക്കുന്ന സീരീസിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക, അതായത് എക്സ് ബാർ കണ്ടുപിടിക്കുക. സെക്കൻഡ് വൺ, ഫൈൻഡ് ഫോർ ഈച്ച് ഐറ്റം ദ ഡീവിയേഷൻ ഫ്രം ദ മീൻ. അതായത് ഓരോ ഐറ്റത്തിനെയും ഈ എക്സ് ബാർ വെച്ച് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡീവിയേഷൻ കിട്ടും. നെക്സ്റ്റ്, സ്ക്വയർ ദീസ് ഡീവിയേഷൻസ് ആൻഡ് ആഡ് ദം വി ഗെറ്റ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അടുത്ത് എന്താ ചെയ്യുന്നത്? ഈ ഡീവിയേഷനെ എല്ലാം നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സം എടുത്തു. ഡിവൈഡ് ദിസ് സം ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. നമുക്ക് എത്ര നമ്പർ ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ടോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ്, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കിയാൽ ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ വാല്യൂസ്. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? മീൻ കണ്ടുപിടിക്കണം, എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. സിഗ്മ എക്സ് ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കണ്ടുപിടിക്കണം. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു, അതിന് നമുക്ക് എക്സ് ബാർ വേണം. എക്സ് ബാർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. അതായത് ഈ ഓരോ എക്സ് വാല്യൂസിൽ നിന്ന് നമ്മൾ ഈ മീനിൻ്റെ വാല്യൂ കുറയ്ക്കുക. അതായത് 4 മൈനസ് 9 ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടും. 8 മൈനസ് 9 ചെയ്യുമ്പോൾ -1, 10 മൈനസ് 9 ചെയ്യുമ്പോൾ 1, 12 മൈനസ് 9 3. അങ്ങനെ ഓരോ വാല്യൂസിൽ നിന്നും മീൻ ഡിഫറൻസ്, അതായത് എക്സ് ബാർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ എല്ലാം സ്ക്വയർ, 5 മൈനസ് 5 സ്ക്വയർ 25, മൈനസ് 1 സ്ക്വയർ 1, അങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ സം കണ്ടുപിടിക്കുക. സം എത്രയാണ്? 80. ദാറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 80 ബൈ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇനി ഒരു നോട്ട് നോക്കിയത്, ഫോർമുല ക്യാൻ ഓൾസോ ബി റിട്ടേൺ ഇൻ ദ ഫോം. ഈ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ഈ സമ്മേഷനെ നമ്മൾ
വെളിയിലാക്കി എഴുതിയത്, അതായത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇത് സ്പ്ലിറ്റ് ചെയ്തതല്ല കേട്ടോ, സ്പ്ലിറ്റ് ചെയ്തതല്ല. നമുക്ക് ഈ ഫോർമുല ക്യാൻ ഓൾസോ ബി റിട്ടൺ ഇൻ ദ ഫോം. ഈ ഫോർമുലനെ നമുക്ക് ഇങ്ങനെയും എഴുതാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ഫോർമുല നമ്മൾ പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ദ ഫോളോയിങ് വാല്യൂസ് ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വാല്യൂസ് വന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. സോ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, എക്സ് കണ്ടുപിടിച്ചു, പിന്നെ എക്സ് സ്ക്വയറും കണ്ടുപിടിച്ചു. അതിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളൂ, കണ്ടോ, എക്സ് സ്ക്വയർ മാത്രം മതി. ദെയർഫോർ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മും കണ്ടുപിടിച്ചു, എക്സിൻ്റെയും സമ്മ് കണ്ടുപിടിച്ചിട്ട് അത് ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇനി പറയുന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ. ചേഞ്ച് ഓഫ് ഒറിജിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ദെയർഫോർ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ടേക്ക് ഡീവിയേഷൻസ് ഫ്രം ആൻ അസ്യൂംഡ് ആവറേജ് സോ ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. അതുകൊണ്ട് നമുക്ക് ഡീവിയേഷൻ എങ്ങനെ എടുക്കാം, ഡീവിയേഷൻ ഇവിടെ നമ്മൾ എക്സ് ബാറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, തന്നിരിക്കുന്ന സീരീസിനകത്തൊരു ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് ആ സീരീസിൽ നിന്ന് ആ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്താണ് ഇവിടെ ഡീവിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. എന്ന് പറയുന്നത് അസ്യൂംഡ് ആവറേജ്, വെർ എ ഈസ് ദ അസ്യൂംഡ് ആവറേജ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ എക്സ് സീരീസ് ആൻഡ് ഡി സീരീസ് ആർ ദ സെയിം. എക്സ് സീരീസിൻ്റെ കേസിലും ഡി സീരീസിൻ്റെ കേസിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആണെന്നാണ് പറയുന്നത്. അതായത് നോക്കിയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇങ്ങനെയും എഴുതാമെന്ന് പറയുമല്ലോ. എക്സ് സീരീസിൻ്റെ കേസിലും ഡി സീരീസിൻ്റെ കേസിലും സെയിം ആണെങ്കിൽ നമുക്ക് എക്സിന് വരെ എന്തെഴുതാം, ഡി എന്ന് എഴുതാം. സോ ഇവിടെ എക്സിന് വരെ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, വേർ ഡി ഈസ് ദ ഡീവിയേഷൻ ഫ്രം എനി ഒറിജിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫോർ ദ ഫോളോയിങ് വാല്യൂസ് കമ്പ്യൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഷോർട്ട് കട്ട് മെത്തേഡാണ്, അതായത് മീൻ കണ്ടുപിടിക്കാതെയുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ആവറേജ് എടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ അവരെടുത്തിരിക്കും, നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആവറേജ് അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുക്കുക. ഏത് വാല്യൂ, ഇവിടെ അവരെടുത്തിരിക്കുന്നത് 8 ആണ്, നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം. സോ ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 8 ആണ് ചെയ്തിരിക്കുന്നത്. അതായത് 5 മൈനസ് 8 -3, 8 മൈനസ് 8 0, 7 മൈനസ് 8 -1. അങ്ങനെ ഓരോ വാല്യൂസ് ചെയ്തും നമ്മൾ അസ്യൂം ചെയ്ത ആവറേജ് സബ്സ്ട്രാക്ട് ചെയ്താണ് നമുക്ക് ഡി കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡി സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നോട്ട് ചെയ്ത് ഒരു നോട്ട് നോക്കി. ദെയർഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ എനി ഓഫ് ദ ഫോളോയിങ് 3 ഫോർമുലാസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ടൈപ്പ് ഫോർമുലാസ് കിട്ടി. ഫസ്റ്റ് ഫോർമുല എന്തായിരുന്നു, റൂട്ട് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. സെക്കൻഡ് ഫോർമുല, അതായത് എക്സ് സീരീസും ഡി സീരീസ് സെയിം ആവുന്ന കേസിൽ എക്സിന് പകരം ഡി ഇട്ട് കൊടുക്കുക. ആൻഡ് തേർഡ് ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല, സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഈ 3 ഫോർമുല അപ്ലൈ ചെയ്ത്, ഇതിലേതെങ്കിലും ഒരു ഫോർമുല അപ്ലൈ ചെയ്ത്, നമ്മുടെ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കിതിലേതെങ്കിലും ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ഇനി കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ കിട്ടും. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്ത, മീൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് മീൻ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഈ ഫോർമുലയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഫോർമുലയിട്ട് നിങ്ങൾ എക്സും എക്സ് സ്ക്വയറും കണ്ടുപിടിക്കുക, അതിൻ്റെ സമ്മും കണ്ടുപിടിച്ചിട്ട് ആ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുക, എന്നിട്ട് മീൻ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷനിലേക്ക് ആ കണ്ടുപിടിച്ച സിഗ്മയുടെ വാല്യൂസ് മീനിൻ്റെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ കിട്ടും. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ മനസ്സിലാക്കി എഴുതാൻ. ഇനി വേരിയൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താണ് വേരിയൻസ്, അതായത് മീൻ സ്ക്വയർ ഡീവിയേഷൻ. Variance of a series is defined as the mean of the square of the deviation of all the values in the series from their arithmetic mean. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് വേരിയൻസ്. ഓക്കെ, അതായത് നോട്ട് നോക്കി. വേരിയൻസ് ഇസ് എ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ, സിഗ്മ എന്ന് പറയുന്നത് അല്ലേ. സിഗ്മയുടെ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്താ, സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് വേരിയൻസ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് പോകുമല്ലോ. സോ നമുക്ക് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും, സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് x1 x2 etc. xn ആർ n വാല്യൂസ് ആൻഡ് എക്സ് ബാർ ഇസ് ദെയർ മീൻ, ദെൻ ദ വേരിയൻസ് ഓഫ് ദീസ് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് സമ്മേഷൻ
എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അതിനകത്ത് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് സീരീസ് തന്നിട്ടുണ്ട്, നമ്മൾ ഈ ഫോമുല വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് വേരിയൻസ്. സോ നമുക്ക് ഈ കിട്ടിയ വാല്യൂവിൻ്റെ സ്ക്വയർ എടുക്കുക, അതെന്ന് പറയുന്നതാണ് വേരിയൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ സീരീസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട്. n തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, വേർ എക്സ് ഇസ് ദ ഡീവിയേഷൻ ഫ്രം അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ എന്താണെന്ന് തന്നിട്ടുണ്ട് 14.5 ആൻഡ് n ഇസ് ദ നമ്പർ ഓഫ് ഐറ്റംസ്. സോ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ബാർ എന്ന് പറയുന്നത് എ പ്ലസ് സിഗ്മ എക്സ് ബൈ എൻ എന്ന് നമ്മൾ എവിടെ മീനിൻ്റെ ഫസ്റ്റ് നമ്മൾ മീൻ പഠിച്ചതിനകത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഓർക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ പ്രീവിയസ് എടുത്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ എ എന്താണെന്ന് തന്നിട്ടുണ്ട് 14.5 മൈനസ് സിഗ്മ എക്സും തന്നിട്ടുണ്ട് 100/50. എൻ എത്രയാണ്? 50 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെയർഫോർ വിച്ച് ഇസ് ഈക്വൽ ടു 14.5 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 12.5. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എടുക്കുക. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണമല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോമുലയിലേക്ക് നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ഇതെല്ലാം ഫോമുലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണല്ലോ. സോ ദാറ്റ് ഈസ് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. സിഗ്മ എത്രയാണ് കിട്ടിയത്? 4. എക്സ് ബാർ എത്രയാണ്? 125 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 32. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ഡിസ്ക്രീറ്റ് സീരീസ് ഇൻ ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡ്. സോ ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോമുല എന്താണെന്ന് നോക്കിയാൽ ഫൈൻഡ് ദ മീൻ ഓഫ് ദ സീരീസ്, മീൻ കണ്ടുപിടിക്കുക. ഒബ്റ്റെയിൻ ദ ഡീവിയേഷൻ ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ഫ്രം മീൻ സേ എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം, അതായത് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ബൈ എഫ്. നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി ആയിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോമുലയിൽ ഇവിടെ അതായത് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ബൈ ക്യാപിറ്റൽ എൻ. അതായത് ഈ എഫ് ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് ഫ്രീക്വൻസി എഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിനെ? എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറിനെ എഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ എല്ലാം സമ്മ്. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. സൈസ് തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക, എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുക, അതായത് മീൻ കണ്ടുപിടിക്കുക. മീൻ കണ്ടുപിടിച്ചിട്ട് വേണം എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുക. എന്നിട്ട് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ എഫ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇല്ലാതെ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് നോക്കിക്കേ. ഇതൊക്കെ ഈ നോട്ടൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ദ അബവ് ഫോമുല ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ്, അതായത് എഫ് എക്സ് സ്ക്വയർ ബൈ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കേസ് സെയിം കേസ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന പ്രോബ്ലമാണ്. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ നോക്കി എഴുതാൻ. എനിക്കിതെല്ലാം കൂടെ വിശദീകരിച്ച് പറയാനുള്ള ടൈം ഇല്ല, കാരണം നമുക്ക് പോർഷൻ തീർക്കണ്ടേ. സോ ഞാൻ നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാണ്, അതായത് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ടേക്ക് ആൻ അസ്യൂംഡ് ആവറേജ്, അതായത് നേരത്തെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് എടുത്ത പോലെ ഒരു അസ്യൂംഡ് ആവറേജ് എടുക്കുക. എന്നിട്ട് and subtract it from all the x values. Take these values as d, അതായത് d എന്ന് പറയുന്നത് x മൈനസ് എ, d എന്ന് പറയുന്നത് x മൈനസ് എ കണ്ടുപിടിക്കുക. then find f into d values. എന്നിട്ട് f into d കണ്ടുപിടിക്കാം. d സ്ക്വയർ വാല്യൂസ് ആൻഡ് f d സ്ക്വയർ വാല്യൂസ്. എന്നിട്ട് d സ്ക്വയർ കണ്ടുപിടിക്കണം, f d സ്ക്വയർ കണ്ടുപിടിക്കുക. അതിൻ്റെ എല്ലാ സം എടുക്കുക. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോട്ടിലേക്ക് ചെയ്യുമ്പോൾ ആ പ്രോബ്ലം നോക്കി ചെയ്യാം. ഇനി കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? In continuous series, if we write mid values of classes, we get x values. അതായത് ക്ലാസ്സസിൻ്റെ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് x values കിട്ടും. then the all formulas of discrete series can be applied in continuous series also. അങ്ങനെ മിഡ് വാല്യൂസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ മുമ്പേ പഠിച്ച ഡിസ്ക്രീറ്റ് സീരീസിലെ ഫോമുലാസ് എല്ലാം നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് അത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇഫ് ദർ ഇസ് തേർഡ്, അതായത് ഫസ്റ്റ് ഫോമുല എന്താ? ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ഇതും, ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോമുല ഇത്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഫോമുല എന്ന് പറയുന്നത് സിഗ്മ എഫ് ഡി ഡാഷ് summation f d dash square by n minus summation f d dash by n the whole square into c. c എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ, d dash എന്ന് പറയുന്നത് x minus a by c and d എന്ന് പറയുന്നത് എന്താ? x minus a. if there is no common difference for the values of x,
എക്സിൻ്റെ വാല്യൂസിന് കോമൺ ഡിഫറൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് ഈ ഫോമുല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളത് തന്നെ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്കത് ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യുന്ന വീഡിയോ എടുത്ത് അയച്ചിട്ടേക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ നോക്കാം. മെറിറ്റ്സ് നോക്കിയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ വാല്യൂസ് ഓഫ് ദ സീരീസ്. ഇറ്റ് ഡസ് നോട്ട് ഇഗ്നോർ എനി വാല്യൂ. ഒരു വാല്യൂവും അത് ഇഗ്നോർ ചെയ്യുന്നില്ല, അത് എല്ലാ വാല്യൂസിനെയും ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് എ ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് മെഷർ ഓഫ് ഡിസ്പെർഷൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഫ്രം ഓൾ സീരീസ്. ഇറ്റ് ഈസ് നോട്ട് വെരി മച്ച് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ. ഇറ്റ് ഈസ് capable of further algebraic treatment. ഇനി ഡിമെറിറ്റ്സ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിഫിക്കൾട്ട് ടു കാൽക്കുലേറ്റ്. അത് ഡിഫിക്കൽട്ടാണ്, നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതലാണ്, അതുകൊണ്ട് അത് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഗീവ്സ് മോർ വെയിറ്റ് ടു എക്സ്ട്രീം വാല്യൂസ്. അതായത് ഏറ്റവും കുറഞ്ഞതിനും ഏറ്റവും കൂടിയതിനും ഒക്കെയാണ് അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് എന്താണ്? ഡീവിയേഷൻസ് ആർ മെഷേർഡ് ഫ്രം അരിത്തമെറ്റിക് മീൻ. നമ്മൾ ഡീവിയേഷൻസ് മെഷർ ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്? എക്സ് ബാർ യൂസ് ചെയ്തിട്ടാണ് അല്ലേ? അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ടാണ്. സൈൻസ് ഓഫ് ദ ഡീവിയേഷൻസ് ആർ നോട്ട് ഇഗ്നോർഡ്. അതായത് നമ്മൾ മീൻ ഡീവിയേഷൻ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു അതിനകത്ത് നമ്മൾ സൈൻസ് ഇഗ്നോർ ചെയ്യും. മോഡ് ഡി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ഇഗ്നോർ ചെയ്യും, പക്ഷേ ഇവിടെ സൈൻ ഇഗ്നോർ ചെയ്യുന്നില്ല. ദെൻ വൈ ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൺസിഡർ ടു ബി ദ ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പെർഷൻ? എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ബെസ്റ്റ് മെഷറായിട്ട് എടുത്തിരിക്കുന്നത്? സോ ഈ തിയറീസ് എല്ലാം പഠിക്കണം, കാരണം ഇത് നിങ്ങൾക്ക് ബി പാർട്ടിലൊക്കെ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ തിയറീസ് എല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതിയാലും മതി, പക്ഷേ കറക്റ്റ് ആയിരിക്കണം, പോയിൻ്റ് അതിലുണ്ടായിരിക്കണം. സോ എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിജിഡ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ ഓഫ് ദ ഡേറ്റ. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് amenable to more algebraic treatment. It possesses many mathematical properties. It is not much affected by sampling fluctuation. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ മെറിറ്റ്സ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയാം കേട്ടോ. It does not ignore the signs of the deviation. It is possible to find out standard deviation of two or more groups. രണ്ടോ അതിലധികം ഗ്രൂപ്പ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Coefficient of variation is based on standard deviation and it can be used to compare variability of two series. Standard deviation is used to find out statistical measures like coefficient of skewness, coefficient of correlation. അതൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നതേ ഉള്ളൂ, സ്ക്യൂനെസ്സും കോറിലേഷൻ റിഗ്രഷനും എക്സെട്ര. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പെർഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ജസ്റ്റ് വായിച്ചു നോക്കാം. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഡീവിയേഷൻ. ഇൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡീവിയേഷൻസ് ആർ ടേക്കൺ ഓൺലി ഫ്രം ദ മീൻ ഓഫ് ദ വാല്യൂസ് ഓഫ് ദ സീരീസ്. നമ്മൾ ഡീവിയേഷൻ എങ്ങനെയാണ് മീനിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ മീൻ ഡീവിയേഷൻ്റെ കേസിൽ നമുക്ക് ക്വസ്റ്റ്യന് തരും, മീനോ മീഡിയനോ മോഡോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്വസ്റ്റ്യന് തരും, അത് വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സൈൻ ഓഫ് ഡീവിയേഷൻസ് ആർ നോട്ട് ഇഗ്നോർഡ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഡീവിയേഷൻസിൻ്റെ സൈൻ ഒന്നും ഇഗ്നോർ ചെയ്യുന്നില്ല, പക്ഷേ മീൻ ഡീവിയേഷൻ്റെ കേസിൽ സൈൻ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. വെൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് റേഷ്യോ ടു ദ മീൻ വി ഗെറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. എങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ? നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. അതായത് പെർസെൻറ്റേജ് റേഷ്യോ ടു ദ മീൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇസ് എ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ. അതറിയാലോ, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദ യൂണിറ്റ് ഇൻ വിച്ച് ദ വാല്യൂ ഇൻ ദ സീരീസ് ആർ മെഷേർഡ്. ദിസ് മെഷർ ഹാസ് ഗ്രേറ്റ് practical utility. It can be used to determine the variability of two or more series. രണ്ടോ അതിലധികമോ സീരീസിൻ്റെ വേരിയബിലിറ്റി മെഷർ ചെയ്യാൻ ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് വെദർ ദേ ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം ഓർ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. അതിൻ്റെ യൂണിറ്റ്സിന് അതുമായിട്ട് എന്താ പറയുക, ഒരു ബന്ധമില്ല. സോ അത് കൺസിഡർ ചെയ്യാതെ തന്നെ വേരിയബിലിറ്റി ഓഫ് ടു സീരീസ് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്നു. The coefficient of variation is also useful for comparing the variability in two series when their means are different. The series for which the coefficient of variation is less is considered to be more stable. Okay, example, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. We can compare the variability in the scores of two batsmen using coefficient of variation. Coefficient of variation യൂസ് ചെയ്ത് നമുക്ക് എന്ത് കമ്പയർ ചെയ്യാമെന്നാണ്? വേരിയബിലിറ്റി ഇൻ ദ സ്കോർസ് ഓഫ് ടു ബാറ്റ്സ്മാൻ. രണ്ട് ബാറ്റ്സ്മാൻ്റെ വേരിയബിലിറ്റി ഇൻ ദ സ്കോർസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിനെപ്പറ്റിയാണ്, കമ്പാരിസൺ ആണ്. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. രണ്ട് ബാറ്റ്സ്മാൻ എൻ്റെയും ബാറ്റ്സ്മാൻ ബിയുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കണ്ടുപിടിച്ച് അവരുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻസും കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ്, അതായത് ഗ്രേറ്റസ്റ്റ് വരുന്നത് ഏതാണെന്ന് നോക്കുക. ബാറ്റ്സ്മാൻ എ ഈസ് മോർ എഫിഷ്യൻറ്റ് സിൻസ് ഹി ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ആവറേജ്.
ബാറ്റ്സ്മാൻ എയ്ക്കാണ് ഗ്രേറ്റസ്റ്റ് ആവറേജ് വന്നിരിക്കുന്നത്. സോ ബി ഈസ് മോർ കൺസിസ്റ്റൻറ്റ് സിൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ബാറ്റ്സ്മാൻ ബി ഈസ് മോർ കൺസിസ്റ്റൻറ്റ് സിൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ലെസ്സർ. ഓക്കെ, ബി എന്ന് പറയുന്നത് എന്താണ്? മോർ കൺസിസ്റ്റൻ്റ് ആണ്, കാരണം അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ടു സീരീസ് ആൻഡ് സ്റ്റേറ്റ് വിച്ച് വൺ ഈസ് മോർ വേരിയബിൾ. അതും നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ വാല്യൂസും യൂസ് ചെയ്താണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. ഇനി പറയുന്നത് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ഇഫ് ഓൾ ദ വാല്യൂസ് ഓഫ് എ സീരീസ് ആർ ഈക്വൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അതായത് വാല്യൂസ് ഓഫ് ദ സീരീസ് ഈക്വൽ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് അൺഅഫക്റ്റഡ് ബൈ ദ ചേഞ്ചസ് ഓഫ് ഒറിജിൻ. ചേഞ്ചസ് ഓഫ് ഒറിജിൻസിനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് അഫക്റ്റഡ് ബൈ ദ ചേഞ്ച് ഓഫ് സ്കെയിൽ. ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോർമൽ, 68.27% of the item of the distribution are between x bar minus sigma and x bar plus sigma. ദ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെങ്കിലുള്ള കേസിലാണ് ഇത്രയും പെർസെൻറ്റേജ് ഓഫ് ഐറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിരിക്കും. ആൻഡ് 95.45% ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻസ് ആർ ബിറ്റ്വീൻ എക്സ് മൈനസ് 2 സിഗ്മ ആൻഡ് എക്സ് bar plus 2 sigma. And 99.3% of the items of the distribution are between x bar minus 3 sigma and x bar plus 3 sigma. നെക്സ്റ്റ് നോക്കി, നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സിഗ്മ ആയിരിക്കും. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 സിഗ്മ ആയിരിക്കും. In n1, x1 and sigma 1, if n1, x1 bar and sigma 1 are respectively the number of items, mean and standard deviation of one group, and if n2, x2 bar and sigma 2 are respectively the number of items, mean and standard deviation of another group. So രണ്ട് ഗ്രൂപ്പിൻ്റെയും എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഐറ്റംസും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് തന്നിരിക്കുന്നത്. അതാണ് n1 x1 bar sigma 1 ബാറെന്നും n2 x2 bar sigma 2 ബാറെന്നും കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. അങ്ങനെയാണെങ്കിൽ അങ്ങനെ രണ്ട് ഗ്രൂപ്പിൻ്റെയും എന്താ ഐറ്റംസും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയാണിത്. വേർ d1 and d2 ആർ ദ ഡീവിയേഷൻ ഓഫ് ദ കമ്പോണൻറ്റ്സ് മീൻസ് from their combined mean. When the mean of two sets of data are equal, രണ്ട് ഡേറ്റയുടെ മീൻ എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ then the standard deviation is of the combined set. അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല എന്തായിരിക്കും? എപ്പം മീൻ ഓഫ് ദ ടു സെറ്റ്സ് ഈക്വൽ ആവുന്ന കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. കാരണം എന്താ? മീൻ എന്ന് പറയുന്നത് ഈക്വൽ ആവുന്ന കേസിലാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. Now, the standard deviation is computed from mean since sum of the squares of the deviation taken from the mean is always least. എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ യൂസ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? സിൻസ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ, അതായത് ഡീവിയേഷൻ്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ് മീനിൽ നിന്നെടുത്താൽ അത് ലീസ്റ്റ് ആയിരിക്കും. അത് ഫ്രം മീൻ ഈസ് ഓൾവേസ് ലീസ്റ്റ്. അത് എപ്പോഴും മീനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലീസ്റ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ റിലയബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കമ്പ്യൂട്ടഡ് ഫ്രം മീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എംപെരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻസ്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ച മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ തമ്മിലുള്ള എന്താ പറയുക റിലേഷൻസ് ആണ് പറയുന്നത്. ഫോർ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു 6 into standard deviation and quartile deviation എന്ന് പറയുന്നത് 2/3 into standard deviation and mean deviation എന്ന് പറയുന്നത് 4/5 into standard deviation. Therefore quartile deviationും mean deviationൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10:12:15 എന്ന് കിട്ടും. സോ ഇത് ഈ ഫോമിലേക്ക് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. സോ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ആണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് കമ്പൈൻഡ് മീൻ ആൻഡ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നാണ് പറയുന്നത്. ലെറ്റ് n1 and n2 ബി ദ സൈസ്. n1 n2 സൈസ് തന്നിട്ടുണ്ട്. x1 ബാർ x2 ബാർ രണ്ട് മീൻ തന്നിട്ടുണ്ട്. സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ബി ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2 സാമ്പിൾസ്. രണ്ട് സാമ്പിൾസിൻ്റെ എന്താ പറയുക സൈസും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് തന്നിരിക്കുന്നത്. ദെൻ ദ മീൻ ഓഫ് ദ കമ്പൈൻഡ് സാമ്പിൾ ഈസ്. അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് സാമ്പിളിൻ്റെ മീനിൻ്റെ ഫോർമുല എന്താണ്? n1 x1 ബാർ ബൈ n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ,
മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പറഞ്ഞ ആ സെയിം ഫോർമുല തന്നെയാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ D1 എന്ന് പറയുന്നത് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്പൈൻഡ് മീൻ ആൻഡ് മീൻ ഓഫ് ദ ഫസ്റ്റ് സാമ്പിൾ, ദാറ്റ് ഈസ് D1 എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് x1 ബാർ ആൻഡ് D2 എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് x2 ബാർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്.